कंफ्यूजन आकर ले ഇവിടെ വെക്കി. അവിടെ ഉഗ്ര ഫൈറ്റ് ആയിരുന്നു അല്ലേ? ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. ഒരു സിനിമ കണ്ടിട്ട് കാലം കുറയായി. നല്ലൊരു ഫൈറ്റ് കാണാനുള്ള ചാൻസ് പോയി ചേട്ടാ. അപ്പോഴേ ആ പയ്യൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ കുംഫു വീരന്മാരോട് അടിയുണ്ടാക്കിയെങ്കിൽ അവര് നിന്നോട് എത്ര ഇഷ്ടമുണ്ടായിട്ടായിരിക്കും അല്ലേ? അവനെ കാണാനും നല്ല പയ്യനാ, കഴിവും തന്റെ ഇടവും ഉണ്ട്. പോരാത്തതിന് നമ്മുടെ മലയാളിയാ. എന്തുകൊണ്ട് നിനക്ക് ഈ കല്യാണം വളരെ നല്ലതാ. എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു? ആ നേരാണല്ലേ. ഞാൻ എന്തിനു കല്യാണം ആലോചിക്കണേ? ഇപ്പൊ ഞാൻ എന്തിനൊക്കെയാണ് പറഞ്ഞത്? എലിമടയെന്ന് നേരെ പുലിമടയിലോട്ട്. കമാൻഡോ ഓപ്പറേഷൻ നീ എത്ര നാളായടാ? കമാൻഡോ ഓപ്പറേഷനോ? ദൈവമേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാരനല്ലേടാ നീ? പോലീസോ? ഞാനും പോലീസൊന്നും വലിയ ശരിയല്ല സാർ. ഇന്നലെ പോലീസ് സ്റ്റേഷൻ അടിച്ചു തീർത്തിട്ടാ ഞാൻ വരുന്നത്. ഞാനും നിങ്ങളുടെ പാർട്ടിയാണ് സാർ. ഈ നാടിന് വേണ്ടിയല്ലോ നമ്മൾ ചോര ചിന്തുന്നത്. ഈ നാട് നമ്മുടെ, കാട് നമ്മുടെ, മരം നമ്മുടെ, മണ്ണ് നമ്മുടെ. ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? എന്റെ ഭാര്യയെ ഞാൻ എങ്ങനെ കാണും അറിയില്ല. അതെല്ലാം അടുത്ത എപ്പിസോഡ്. കാശെട്. നീ സപ്പോർട്ട് ചെയ്യണ്ട. ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നു. ആ സന്യാസികൾ വരുന്നുണ്ട്, അവരെ കൊണ്ട് നോക്കി. നമസ്തേ മാതാജി. നമസ്തേ ശിവാനി മാഡം. നമസ്തേ. വൈശാലി എവിടെ? ഭാരതത്തിലെ സന്യാസിമാരെ കുറിച്ചും ആധ്യാത്മികതയെ കുറിച്ചും ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. നല്ല കാര്യമാ, വളരെ നല്ല കാര്യമാ. മാതാകുട്ടി, നമ്മുടെ മാതാജി വെച്ച് നല്ലൊരു പ്രോഗ്രാം ചെയ്യണം. ഇന്റർവ്യൂ ചെയ്യും. മണാലിയിലെ മാതാജി, അതാണ് പ്രോഗ്രാം. അയ്യോ, ധ്യാനത്തിന് അയ്യോ, മാതാജി പറഞ്ഞാലും ആത്മാവും പരമാത്മാവും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ കുട്ടി? എന്റെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബാലഗോപാൽ ടെന്റിന്റെ പിന്നിൽ കൂടി ഗുഹയിലേക്ക് ഓടുകയാവും. എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. കാമാതുരാനാം ന ഭയം ന ലജ്ജ. കാമത്തെക്കുറിച്ചാ പറയുന്നത്. കാമം കൊണ്ട് കണ്ണടഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ഭയം, ലജ്ജ, ദയ, ഭക്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയല്ലേ? പ്രേമാതുരാനം എന്ന് പറ. അവൻ പ്രേമത്തിൽപ്പെട്ടിരിക്കുക. പ്രേമത്തിൽ പെടുത്താൻ അവൾ കോളേജ് സ്റ്റുഡന്റ് അല്ല, സന്യാസിനിയാ. നിങ്ങളുടെ കൂട്ടുകാരൻ ആളെങ്ങനെയാ? അവളെ ഉപദ്രവിക്കാൻ മറ്റു ചെയ്യും? അവനൊരു പ്രേമത്തിൽ ആദ്യമായി വീണുപോയെന്നുള്ളൂന്നേ.
ഏയ്, എന്താ എഴുന്നേറ്റത്? ഏയ്, നിക്ക്. കണ്ടില്ലേ, ഞാൻ അടുത്ത് വന്നപ്പോ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടായത്. തന്റെ ദേഹമാകെ വേർത്തില്ലേ? താൻ മാത്രമല്ല, ഞാനും ആകെ വേർത്തു. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ തന്റെ അറിവൊന്നും കറക്റ്റ് അല്ലാന്ന്? വെറും മണ്ണാണ് താനെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? എനിക്കൊരു സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറിയിരുന്നല്ലോ. ഇരിക്കേ ഇരിക്കേ. നോക്ക്, നീ എന്തൊരു സുന്ദരിയാ, ഒരു ദേവതയെ പോലെയുണ്ട്. നീ എന്തിനാ ഈ ജീവിതം പാഴാക്കുന്നത്? അതൊരു സന്യാസിനിയായിട്ട്. എന്താ ദേഷ്യം വരുന്നുണ്ട്? വന്നാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ തന്നെ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ടേ വേണ്ട. ഞാനേ മാ ടിവിയിൽ പ്രോഗ്രാം ഡയറക്ടറാ. മാസം 24,000 രൂപ ശമ്പളം. എന്റെ അച്ഛൻ ചന്ദ്രമോഹനും അവിടെ തന്നെയാ. പുള്ളിയോടെ വലിയൊരു പോസ്റ്റില്ല. ഞാൻ എന്റെ ശമ്പളം മുഴുവൻ അടിച്ചു പൊളിച്ചാലും അച്ഛന്റെ ശമ്പളം മുഴുവൻ നിനക്കാ. ഓക്കെ? പിന്നെ മനോഹരമായൊരു സ്വന്തം വീടുണ്ട്, 2 വണ്ടിയുണ്ട്, ഓൾമോസ്റ്റ് റോയൽ ഫാമിലി. ഒരു കഷ്ടപ്പാടുമില്ല. കുട്ടി, ഇത്രയൊക്കെയുള്ള വേറെ ആരെങ്കിലും തനിക്ക് കിട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അറിയാലോ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. താൻ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനെ വിളി, എത്തിന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. വരട്ടെ, നല്ലോണം ആലോചിക്കും. എന്നെ പോലൊരു തെമ്മാടിക്ക് നിന്നെ പോലൊരു സുന്ദരി പെണ്ണ് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച് എല്ലാവന്മാരും വട്ടടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതും കൂടി മനസ്സിൽ വെച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബൈ. ബാലഗോപാലിനെ தெரியுமா? അറിയാം സാർ. ഫ്രണ്ടാ? അതെ സാർ. അവനുടെ നമ്പർ இருக்கா? ഉണ്ട് സാർ. ഇതിലുണ്ടോ? ഉണ്ട്. ഇത് ബാലഗോപാലിന്റെ നമ്പറാ? അതെ സാർ. ഉங்கிட்ட ഫോൺ இருக்கா? എടേ, ഇത് നോക്കി இந்த നമ്പറിലേക്ക് സെയ്. ഹേയ്, സ്പീക്കർ ഓൺ ചെയ്. നോക്കിയിരിക്കാം, നമുക്ക് കളിക്കാം. ഹലോ ചന്ദ്രമോഹൻ സാർ. എന്റെ പൈസയുടെ കാര്യം എന്താടാ? എനിക്ക് വരെ ആവശ്യമുള്ളതാ. പൈസയുടെ കാര്യമോ? ഏത് പൈസയുടെ കാര്യ? ഏത് പൈസയെന്നോ മറന്നുപോയോ? വാങ്ങിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. തരാൻ മനസ്സില്ല. എന്ത് ചെയ്യുന്നു? ബോസിനോട് പറഞ്ഞ് നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യിക്കും. ഇത് നിങ്ങൾ ബോസിനോട് എങ്ങനെ പറഞ്ഞാൽ മാ ടിവിയിലെ ജോലി രാജിവെക്കും ഞാൻ. എവിടെ ഉണ്ടെന്ന് ചോദിക്കാനാണോ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? തന്നോട് അതൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഫോൺ വെക്കണം. എടാ തമ്പി ബാലഗോപാല്, ആരാ സംസാരിക്കുന്നത്? ഞാൻ ഉന്റെ അച്ഛന്റെ ഫ്രണ്ടാപ്പാ. നിന്റെ വീട്ടുക്ക് പോകാൻ അഡ്രസ് കൊടുപ്പാ. എഴുതിക്കോ അപ്പാ. ചൊല്ലപ്പാ. 4th Avenue, 4th Avenue, 59 Santa Cargo, New Jersey, United States of America. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്റെ ഫാദറുടെ വൈറ്റ് ഹൗസിലുണ്ട്. വേഗം പോയി കണ്ടോ. ஏய் அப்பா அமெரிக்கா அம்மா ஆஸ்திரேலியா யாருக்கு வேணுதலா? அந்த குத்தா அந்த நாய் எனக்கு வேணும். போடா, போன் கம்பெனில போய் அட்ரஸ் வாங்கிட்டு வா. விட மாட்டேன், மாறு. டேய் வாங்கடா. ഈ രാത്രിയിൽ ഇത് എങ്ങോട്ടടാ? പ്രേമാതുരാനാം ന രാത്രി ന പകൽ എന്ന് വെച്ചാ പ്രേമത്തിന് രാത്രി പകലും ഒന്നും ഇല്ലെന്ന്. ഓ, ഇവന്റെ ആരും പോക്കാം. നമുക്ക് കിടക്കാം. എടോ, താൻ ആർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തോ പട്ടുസാരി? തന്റെ അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? തന്റെ ചേട്ടത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? കുഴിയിലേക്ക് കാല് നീട്ടി തന്റെ തള്ളയ്ക്ക് പോലും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഞാൻ തനിക്ക് അന്യായി പോയോ? ഞാൻ ഇനി എന്തൊരു കുതത്തിന് തന്നോട് ജീവിക്കുന്നേ? എന്തിനാ ഈ ആ സമയത്ത് ഇവിടെ വന്നത്? മാതാജി, തുറന്നു പറയാലോ, ഉറക്കത്തില് വൈശാലി ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല.
ഒരുപക്ഷെ അവളും എന്നെ പോലെ ഉറക്കം വരാതെ കിടക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്നാൽ ആശ്രമം അർദ്ധരാത്രി ഉറക്കത്തിൽ ചിലർ പേഴ്സണൽ കാര്യങ്ങളും പറയുന്നു. ഞാൻ ചെയ്തത് ശരിയല്ലോ എന്നോർത്ത് ഞാൻ തിരിച്ചു പോവാ. നിന്നെ കാണുമ്പോ എന്റെ മകനെ ഓർമ്മ വരിക. ഈ പ്രായത്തിൽ എല്ലാവരും എങ്ങനെയാ. ഇവിടുന്ന് തിരിച്ചു പോയാൽ നീ അവളെ മറന്നുകൊള്ളും. ആ സമയത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയാതെ പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. കള്ളത്തെമ്മാടി പറഞ്ഞതുപോലെ തന്നെ ആയല്ലോ. മുരുകേശ, என்னப்பா முருகேசா, என் பேச்ச கேளு. ஆப்பிள் சாப்பிடு. பசியில உனக்கு? ഉണ്ട്. നല്ല വിശപ്പുണ്ട് എനിക്ക്. ആദ്യം ബാലഗോപാലിനെ കെട്ടിക്കോട്ടെ. കെട്ടിയാലോട് ചോദിക്ക്. ദാ നിൽക്കുന്ന കണ്ടില്ലേ? നാണമില്ലേ നിങ്ങൾ തന്നെ ചോദിക്ക്. ஏய், எங்கடா அவன்? எங்க இருக்கான் அவன்? போன் போட்டு தான் சீக்கிரம் போன் போடு. எங்க இருக்கான்? கூட எங்கடா இருக்க நாயே? சொல்லுடா. നിങ്ങൾ ആരാ? ഭയങ്കര സ്പീഡിലാണല്ലോ സംസാരിക്കുന്നത്. ஆண்டாள் ஆண்டாள்டா, நான் முருகேசனோட தாய்டா. ഓഹോ, നിങ്ങളും കോമയിൽ കിടക്കേണ്ട തള്ള തന്നെയാ. என்ன தைரியம் உனக்கு? என்ன தள்ளுவ நீ? ഏയ് ഏയ് എന്താ എന്താ നീ പറഞ്ഞത്? ഏയ്, ഇനി ഞാൻ നിന്റെ അമ്മയുടെ നാക്ക് അങ്ങ് വെട്ടിയാലെന്ന് ആലോചിക്കുക. ദാ, വാടാ വാടാ വാടാ. എവിടെയാ വരേണ്ടത് പറയണം. पुर्रा 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 अरे साले किधर है साले कुत्ते के बच्चे बोल 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 किधर है बोल. ഇതെന്താ സ്വാതന്ത്ര്യ സമര പരേഡോ? പൊന്നു പൊന്നു സാമിടാ. സ്വാമി, ഒരു കാര്യം ചെയ്, ഞാൻ സൂക്കേട് മാറ്റി തരാം. ബാൻഡേജ് എടുത്ത് വീട്ടിൽ ചെന്ന് വായിലൊട്ടി ചൊന്നു കിടന്നെങ്കിൽ ഉറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്റെ കൈക്ക് ജോലിയോ. டேய் 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 அட்ரஸ் அட்ரஸ் சொல்லுப்பா. അഡ്രസ് ഇല്ലടാ അപ്പാ, നീ ഫോൺ വെക്കടാ. டேய் വെക്കടാ. അത് അവളല്ലേ? അമ്മാവാ. എന്താ? അവളെ കാണാൻ എങ്ങനെയാന്ന് പറഞ്ഞേ? രുദ്രാക്ഷത്തിൽ ഏകമുഖി രുദ്രാക്ഷം പോലെ അതിനെ പവിത്രമായ ഗംഗാജലത്തിൽ മുക്കി പാലിൽ കഴുകി വീണ്ടും ഗംഗാജലത്തിൽ മുക്കിയെടുത്താൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ. എനിക്ക് എങ്ങനെയാ തോന്നിയെന്നറിയോ? ഷോ, അതെനിക്ക് ഓർക്കാനേ വയ്യ. ചിച്ചി കണ്ണു പൊട്ടി പോകും. എന്റെ കണ്ണൊന്നും പൊട്ടിപ്പോവില്ല. ദേ കാണും തോറും ബ്രൈറ്റ് ആയി വരില്ലേ. ഫുള്ള് തുറന്ന് അവളെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കന്റെ അമ്മാവാ.